ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. തഗ് ലൈഫ് ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഉലകനായകൻ കമലഹാസൻ്റെ ഏറ്റവും പുതിയതായ ഈ ഒരു ചിത്രം വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നതെങ്കിലും ആദ്യ ദിനം മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടാൻ കഴിഞ്ഞു. കാരണം ഉലകനായകൻ എന്നുള്ള ഒറ്റ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന 2 ചിത്രങ്ങളെക്കാൾ കുറവാണ് സിനിമയ്ക്കുള്ള അഭിപ്രായം. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഇതേ സമയത്തിലൊക്കെ ഇറങ്ങിയ വിക്രം നേടിയ ആ ഒരു പ്രശസ്തിയൊന്നും ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്ത ഓപ്പണിംഗ് കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 1 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. വിക്രം എന്ന ചിത്രം ഏറെക്കുറെ 5 കോടിയോളമാണ് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയത് എന്ന് ഓർത്തിരിക്കേണ്ടത് ഒരു കാര്യമാണ്. എന്തായാലും ഇവിടെ തമിഴ്നാട്ടിൽ സെക്കൻഡ് ഹയസ്റ്റ് കളക്ഷനായിട്ടാണ് സിനിമ എത്തിയിരിക്കുന്നത്. അതായത് കമലഹാസൻ്റെ തന്നെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ഡേ ആണ് വന്നിരിക്കുന്നത്. 10,62,00,000 രൂപയോളം വന്നു എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതുകൂടാതെ നമുക്ക് ഓവർസീസിൽ മികച്ച രീതിയിലുള്ള 3 മില്യൺ കളക്ഷൻ, അതാണ് സിനിമയ്ക്ക് പ്രീമിയറും എല്ലാം കൂടെ ചേർത്തപ്പോൾ 3 മില്യന് മുകളിലുള്ള കളക്ഷൻ വന്നു എന്നുള്ളതാണ്. 2200 മുകളിലുള്ള സ്ക്രീനുകളാണ് ഓവർസീസിൽ സിനിമ റിലീസ് ചെയ്തത്. കർണാടകയിൽ സിനിമയ്ക്ക് റിലീസ് ഉണ്ടായില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടത് കൂടിയാണ്. എന്തായാലും അവിടെ ഒരു വലിയ നഷ്ടം തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നതെങ്കിലും ആദ്യ ദിനത്തിൽ ഓവർസീസിൽ നിന്ന് മാത്രം 25 കോടി നേടിയ സിനിമ കേരളം അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ട് ഏറെക്കുറെ 20-22 കോടി രൂപ നേടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് സിനിമയ്ക്ക് 40 കോടിക്കും 45 കോടിക്കും ഇടയിലായിരിക്കാം ആദ്യ ദിനത്തെ കളക്ഷൻ എന്നുള്ളതാണ്. എന്തായാലും ഒഫീഷ്യൽ കളക്ഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഇതുവരെ ആ ഒരു റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടില്ല. സിനിമ 50 കോടി ഇന്നത്തോടെ ടച്ച് ചെയ്യുമെന്നുള്ളതാണ്. വമ്പൻ ബഡ്ജറ്റിൽ തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. 300 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റായി പറയുന്നത്. നമുക്ക് അവരുടെ റിന്യൂമറേഷൻ, ഓരോ ആർട്ടിസ്റ്റിൻ്റെ റിന്യൂമറേഷൻ നോക്കിയപ്പോഴും നമുക്കറിയാം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു എമൗണ്ടാണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ സിനിമ വിജയമാകുമോ, കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.